Hi, good morning. Welcome back to Easy Crack UGCNET ComputerScience Malayalam Channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. UGCNET ഗേറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ ഈസി ക്രാക്ക് UGCNET ComputerScience മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് BFS നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. BFS ആൻഡ് DFS അൽഗോരിതം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ക്യൂ ഡേറ്റ സ്ട്രക്ചർ. നമുക്കറിയാം BFS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂ വെച്ചിട്ടാണ്. ആൻഡ് DFS ആണെങ്കിൽ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്കാണ്. നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ ചുമ്മാ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ലെങ്തി ആക്കാൻ വേണ്ടി തന്നതാണ്. ഓക്കെ, which one of the following is a possible order of visiting the nodes in the graph given below? അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ BFS ആണ് നമ്മൾ ചെയ്യുന്നത്. BFS ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഓർഡറിലാണ് കിട്ടുക എന്നുള്ളതാണ്. സോ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓപ്ഷനിൽ ഫസ്റ്റ് M ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നു N, Q ആൻഡ് P കണ്ടില്ലേ. അപ്പോൾ ഓപ്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ M വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അറിയാം ഡെപ്ത് ഫസ്റ്റ് അല്ല, ബ്രെഡ്ത്ത് ഫസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എമ്മിനായിട്ടുള്ള റിലേറ്റഡുള്ള എല്ലാ ബ്രെഡ്ത്തിലേക്ക് നമുക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ M ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ R വരണം, Q വരണം, N വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള ഓർഡർ അനുസരിച്ച് നമുക്ക് നോക്കാം. M ആണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്തത്. ദെൻ നമുക്ക് ഏതൊക്കെ വിസിറ്റ് ചെയ്യാം? N, Q, R അല്ലേ. ഇതിൻ്റെ ബ്രെഡ്ത്തിലേക്കാണ് പോവുക, ഡെപ്ത്തിലേക്കല്ല. സോ N, Q, R എന്ന് പറയുന്ന ഒരു ഓർഡർ അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാം അല്ലേ. M കഴിഞ്ഞിട്ട് N, Q, R വരാം, R, Q, N വരാം, അല്ലെങ്കിൽ Q, R, N വരാം. അങ്ങനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. പക്ഷേ അപ്പം ഇവിടെ നോക്കിക്കേ, M കഴിഞ്ഞിട്ട് N ആണ്. ഓക്കെ, ആ ഒരു ഓർഡറിൽ നമുക്ക് പോവാം. പിന്നെ O എന്ന് പറയുന്നത് എന്താണ്? Nന് ശേഷമാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത് അല്ലേ. സോ അതെന്താണ്? സെക്കൻഡ്, അത് ഫസ്റ്റ് ഡിഗ്രി, അതായത് എമ്മിന്ന് പോകുന്ന ഫസ്റ്റ് ലെങ്ത്തുള്ള നമ്മൾ ആദ്യം നോക്കണം. പിന്നെയാണ് സെക്കൻഡ് ലെങ്ത്തിലേക്ക് പോകുന്നത്. അപ്പം N കഴിഞ്ഞ് ഇനി Qോ അല്ലെങ്കിൽ Rോ വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ O വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് എന്തല്ല, ബ്രെഡ്ത്ത് ഫസ്റ്റ് അല്ല അല്ലേ. ഡെപ്ത് ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. M കഴിഞ്ഞു, N കഴിഞ്ഞു, O കഴിഞ്ഞു, P കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് എന്താ ബാക്ക് ട്രാക്കിംഗ് ഉണ്ടെങ്കിൽ Q അല്ലേ, Qന്ന് Rലേക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ പോവായിരുന്നു. സോ അത് ബ്രെഡ്ത്ത് ഫസ്റ്റ് ആയതുകൊണ്ട് അത് ഓക്കെ അല്ല. നെക്സ്റ്റ് എന്താണ്? N ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ N എന്നാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി അല്ലെങ്കിൽ Nൻ്റെ ബ്രെഡ്ത്തിലേക്ക് പോകുന്നത് Q, M, O ആണ്. അപ്പോൾ Q, M ഓക്കെ ആണ്. ദെൻ O വരണമായിരുന്നു. P എന്ന് പറയുന്നത് Nന്ന് Pയിലേക്ക് ഒരു എന്തില്ല, ബ്രെഡ്ത്ത് ഇല്ല അല്ലേ, ഒരു ബ്രാഞ്ച് ഇല്ല. അത് Oന് ശേഷം അല്ലെങ്കിൽ Qക്ക് ശേഷമാണ് നമ്മൾ P വിസിറ്റ് ചെയ്യേണ്ടത്. സോ അതും പോസിബിൾ ആയിട്ടുള്ള ഓർഡർ അല്ല. നെക്സ്റ്റ് അവർ വിസിറ്റ് ചെയ്ത് Q ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ Q എന്നാണെങ്കിൽ Q ആണെങ്കിൽ നമ്മൾ എന്താ വരേണ്ടത്? Q വന്നു കഴിഞ്ഞാൽ എഗൻ Pയോ Oയോ അല്ലെങ്കിൽ Nോ വിസിറ്റ് ചെയ്യണം അല്ലേ, Mോ വിസിറ്റ് ചെയ്യാം അല്ലേ. ഈ നാലെണ്ണത്തിൽ അതായത് Qന്ന് എവിടേക്കൊക്കെ ബ്രാഞ്ച് ഉണ്ട്, Pയിലേക്കുണ്ട് ഫസ്റ്റ് ഡിഗ്രി, O, N ആൻഡ് M. ഓക്കെ, സോ ഇവിടെ എന്താ, Qന്ന് Mലേക്കുണ്ട്. M വിസിറ്റ് ചെയ്തു, യെസ്. ദെൻ N. ഓക്കെ, സംഭവം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. R എപ്പോഴാണ് വിസിറ്റ് ചെയ്യുക? Qന്ന് Rലേക്കൊരു ഡയറക്റ്റ് ലിങ്ക് ഇല്ല. അപ്പോൾ M വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ R വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ Qൻ്റെ Mഉം Nഉം Oയും Pയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ R വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം. നിങ്ങൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. സോ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് P ആണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. P ആണെങ്കിൽ Pന്ന് ഫസ്റ്റ് P വിസിറ്റ് ചെയ്യുന്നു. Pന്ന് നമുക്ക് ഏതൊക്കെ വിസിറ്റ് ചെയ്യാം? P, Oയും വിസിറ്റ് ചെയ്യാം, Pന്ന് Qവും വിസിറ്റ് ചെയ്യാം. സോ ഇവിടെ വിസിറ്റ് ചെയ്തതാണ് O ആണ്. സോ Oയും വിസിറ്റ് ചെയ്തു, ദെൻ Qവും വിസിറ്റ് ചെയ്തു. അപ്പോൾ ഓർഡർ കറക്റ്റാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ സെക്കൻഡ് വിസിറ്റ് ചെയ്ത O ആണ്. ഇനി Oയുടെ ബ്രാഞ്ചസ് നോക്കണ്ടേ. Oൻ്റെ ഫസ്റ്റ് ഡിഗ്രി N ആണ്. Oന്ന് Nലേക്കും ഉണ്ട്, Qലേക്കും ഉണ്ട് ബ്രാഞ്ച്. ബട്ട് Q ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ N നമ്മൾ എഴുതണം. സോ ഇവിടെ POQ N എഴുതി. ദെൻ നമ്മൾ എന്താ, Qൻ്റെ ആണ് ഇനി നോക്കേണ്ടത് അല്ലേ.
ക്യൂവിൻ്റെ നോക്കണം. ക്യൂന്ന് നമുക്ക് പിയിലേക്കുണ്ട്, ഒയിലേക്കുണ്ട്, എന്നിലേക്കുണ്ട്, എമ്മിലേക്കുണ്ട്. പക്ഷേ എന്താണ്, ഒ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പി ഓൾറെഡി വിസിറ്റാണ്, എൻ ഓൾറെഡി വിസിറ്റാണ്. ഇനി ഏതാ ഉള്ളത്? എം മാത്രമേ ഉള്ളൂ അല്ലേ. സോ എം. അപ്പോൾ ക്യൂ ഇവിടെ എൻ കഴിഞ്ഞിട്ട് എം വിസിറ്റ് ചെയ്യണം. ദെൻ ഇനി എന്താണ്, എന്നിൻ്റെതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിൻ്റെ ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്തു. എന്നിൻ്റെ ഏതൊക്കെ ഉണ്ടായിരുന്നു? ക്യൂ ഉണ്ടായിരുന്നു. എന്നിന്ന് ക്യൂയിലേക്കുണ്ട്, ഓയിലേക്കുണ്ട്, അത് വിസിറ്റ് ചെയ്തു. ദെൻ എമ്മിലേക്കുണ്ട് അല്ലേ, എമ്മിലേക്കുള്ളത് അതും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി എമ്മിൻ്റെ നോക്കണം. എമ്മിൻ്റെ നമ്മൾ ഇനി വിസിറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ഏതാണ്? 6 മാത്രമാണ്. ക്യൂ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്, എൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ എമ്മിൻ്റെത് ഇനി 6 ആണുള്ളത്, 6 നമ്മൾ വിസിറ്റ് ചെയ്യുന്നു. സോ POQNMR ഇതാണ് കറക്റ്റ് ഓർഡറിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ BFSഉം DFSഉം ചെയ്തിട്ടുണ്ട്, ഗ്രാഫ് ട്രാവൽസൽ എന്ന് പറഞ്ഞിട്ടുള്ള, അത് കാണുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ എന്താണ്, പി ആണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ the weighted undirected graph with 4 vertices where the weight of edge ij is given by the entry wij in the matrix W. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് അഡ്ജസൻസി മെട്രിക്സ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ നമുക്കൊന്ന് ഈസി ആയിട്ട് നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് നോക്കാം അല്ലേ. ഇത് നമ്മൾ 1 വേർട്ടീസസ് ആണ് നമുക്കിവിടെ എഴുതുക എന്നറിയാം. 1 2 3 4 എന്നാണ് വേർട്ടീസസ് അല്ലേ. അപ്പോൾ 4 വേർട്ടീസസ് ഉണ്ട്, 1 2 3 4. അതാണ് ഇവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി അല്ലേ. നമുക്ക് ഈ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടും അല്ലേ. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം 4 വേർട്ടീസസ് ഉണ്ട്. സോ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാണ് 1 2 4. സോ ഞാൻ ആ മെട്രിക്സിൽ നിന്ന് നമ്മളെ ഗ്രാഫിലേക്കൊന്ന് വരച്ച് നോക്കുകയാണ്. സോ ഇനി എന്താണ്, എഡ്ജ് ij അല്ലേ, എഡ്ജ് ij ഈസ് ഗിവൺ ബൈ ദ എൻട്രി wij ഇവിടെ തന്നിട്ടുള്ള. അപ്പം 1 1ലേക്ക് എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. 1 1ലേക്ക് 0 ആണ്. സോ അതിനങ്ങനെ ഒരു എഡ്ജ് ഇല്ല അല്ലേ. 1 2ലേക്ക് 2 ആണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ എഡ്ജ് എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ. അപ്പം 1 2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 3ലേക്ക് എഡ്ജ് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് 8 ആണ്. 1 5ലേക്ക് 4ലേക്കുണ്ട്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ് 2 1ലേക്കുണ്ട്. 2 1ലേക്ക് എന്താണ്, 2 ആണ്. ഓൾറെഡി നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്ഷൻ വേണ്ട. ഓക്കെ. അപ്പോൾ 1 2ലേക്ക് എന്തായിരുന്നു, 1 2ലേക്ക് 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 3ലേക്ക് ഇതാ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് 1 1ലേക്ക് 1 2ലേക്ക് 1 3ലേക്ക് എന്താ ഇവിടെ നോക്കുക, 0 2 8. 1 3ലേക്ക് എന്താണ്, 8 ആണുള്ളത്. അപ്പോൾ 1 3ലേക്ക് 8. ദെൻ 1 4ലേക്ക് 5. 1 4ലേക്ക് 5. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന അടുത്ത വേർട്ടെക്സ് 2 എടുക്കുക. 2ൻ്റെ കേസിൽ 2 1ലേക്ക് അല്ലേ, 2 1ലേക്ക് ഇങ്ങനെയാണ് എടുക്കുക അല്ലേ. 2 1ലേക്ക് എന്താണ്, 2 ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 2ലേക്ക് 0, അങ്ങനെ ഒരു എഡ്ജ് ഇല്ല, 0 ആണ്. 2 3ലേക്ക് എന്തുണ്ട്, 5 അല്ലേ. 2 3ലേക്ക് 5. ഓക്കെ. ദെൻ 2 4ലേക്ക് 8. 2 4ലേക്ക് 8. ദെൻ 3യുടെ എടുക്കുകയാണ്. 3 0ലേക്ക് 3 1ലേക്ക് 8 ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 2ലേക്ക് എത്ര ഉണ്ട്, 3 5. 3 2ലേക്ക് 5 ഒക്കെ ഓൾറെഡി ഉണ്ട്. 3 3ലേക്ക് ഇല്ല, 0. 3 4ലേക്ക് എക്സ്. 3 4ലേക്ക് എന്താണ്, ഡയറക്ഷൻ ഇല്ല കേട്ടോ, എക്സ്. ഓക്കെ. ഇനി 4ൻ്റെ കേസ് ആണെങ്കിൽ 4 to 1 5 ഉണ്ട്, 4 to 2 8 ഉണ്ട്, 4 to 3 എക്സ് ആൻഡ് 4 to 4 0. ഇതാണ് നമ്മുടെ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താ തന്നിട്ടുള്ളത്, ദ ലാർജസ്റ്റ് പോസിബിൾ ഇൻറ്റീജർ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് അറ്റ്ലീസ്റ്റ് 1 ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ സം പെയർ ഓഫ് വേർട്ടീസസ് വിൽ കണ്ടെയ്ൻ ദ എഡ്ജ് വിത്ത് വെയിറ്റ് എക്സ്. അതായത് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക,
മിനിമം സ്പാനിങ് ട്രീ വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, വൺ ഓഫ് ദി അപ്ലിക്കേഷനാണ് നമ്മൾ BFSൻ്റെ DFSൻ്റെ ഒരു അപ്ലിക്കേഷനാണ് മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മിനിമം സ്പാനിങ് ട്രീ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുന്ന സമയത്ത് അതിൽ എക്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര വരെ പോവാം, എത്ര വരെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഷോർട്ടസ്റ്റ് വാല്യൂ എക്സിന് എത്ര വരെ വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് 3 4 അല്ലെങ്കിൽ 4 3 എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ 3 4 വേറെ പാത്ത് ഉണ്ടോ ചെക്ക് ചെയ്യുക. യെസ്, 3 4 നമുക്ക് പാത്ത് അവൈലബിൾ ആണ്. ഞാൻ വേറെ കളർ എടുക്കുക. അപ്പോൾ ഏതാണ് 3 to 2 3 then 4 അല്ലേ. 3 എങ്ങനെ പോവാം, 2 പോയിട്ട് 4 പോവാം. അപ്പോൾ അതിനെടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 + 8. ഓക്കെ, അതിന് എടുക്കുന്ന കോസ്റ്റ് 5 + 8. 5 + 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 13 ആണ് അല്ലേ. 5 + 8 എന്ന് പറഞ്ഞാൽ 13 എടുക്കുന്നുണ്ട്. അപ്പം ഇനി വേറെ പോസിബിൾ വഴിയുണ്ടോ? യെസ്, 3 1 പോയിട്ട് അല്ലേ, 3 to 1 1 to 2 2 to 4 അങ്ങനെ പോവാം അല്ലേ. 3 1 പോയിട്ട് 1 2 പോയി അങ്ങനെയും പോവാം. അങ്ങനെയാകുമ്പോൾ അതിനെടുക്കുന്ന കോസ്റ്റ് എത്രയാണ്, 8 + 2 + 8 എത്ര, 18 എടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതിന്ന് എക്സിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞ പാത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈ 13 നമ്മൾ ഏത് പാത്ത്, ഷോർട്ടസ്റ്റ് പാത്താണ് എടുക്കുന്നത്. അപ്പോൾ 5 + 8 13 കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. എക്സിന് 13 കുറഞ്ഞ വാല്യൂ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. സോ എക്സിൻ്റെ വാല്യൂ 13 കുറവായിരിക്കണം, ലെസ് ദാൻ 13 ആയിരിക്കണം. സോ അതെന്താണ്, 12. 13 കുറവ് എത്ര വന്നാലും നമ്മൾ എടുക്കും. അപ്പോൾ 12 വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് എടുക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ടോപ്പോളജിക്കൽ ഓർഡറിങ് വെച്ചിട്ടാണ്. ടോപ്പോളജിക്കൽ ഓർഡറിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോപ്പോളജിക്കൽ ഓർഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടോപ്പോളജിക്കൽ ഓർഡറിങ്ങിൽ നമ്മൾ ഇൻ ഡിഗ്രി, ഇത് പി എന്ന് പറഞ്ഞ ഒരു വേർട്ടെക്സിന് നമുക്ക് ഔട്ട് ഡിഗ്രി ആണുള്ളത് അല്ലേ. പിയിലേക്ക് ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള വേർട്ടെക്സ് ആണ് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ടോപ്പോളജിക്കൽ ഓർഡറിങ്ങിന്. അപ്പം അങ്ങനെയുള്ള വേർട്ടെക്സ് തന്നെ പിയും എസ്സും ആണ്. സോ നമുക്ക് ഐദർ പി ഓർ എസ് നമുക്ക് ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാം, പി ഓർ എസ്. മനസ്സിലായോ? അപ്പം ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ക്യൂ വിസിറ്റ് ചെയ്യുന്നത്, ക്യൂവിൻ്റെ മുന്നേ നമ്മൾ പി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്യൂ വിസിറ്റ് ചെയ്യണം, കാരണം ക്യൂവിലേക്ക് നമുക്ക് ഇൻ ഡിഗ്രി ഉണ്ട്. അതേപോലെ 6 എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് പിക്ക് ശേഷമായിരിക്കണം 6 വിസിറ്റ് ചെയ്യേണ്ടത്. അത് ക്യൂവിൻ്റെ മുന്നിലായിരിക്കണം 6 വിസിറ്റ് ചെയ്യേണ്ടത്. കാരണം 6 ക്യൂവിലേക്ക് ഒരു എന്ത് പോകുന്നുണ്ട്, ആരോ മാർക്ക്, അതായത് അല്ലെങ്കിൽ ഒരു ഇൻ ഡിഗ്രി ഉണ്ട് അല്ലേ. 6 ഔട്ട് ഡിഗ്രി ഉണ്ട് ക്യൂവിലേക്ക്, അതായത് ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ ഡിഗ്രി വരുന്നുണ്ട് 6 ഓക്കെ, സോ ക്യൂയുടെ മുന്നിലെ പി വിസിറ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ എസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മുന്നിലും 6ൻ്റെ മുന്നിലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലായിട്ടുണ്ടോ? ഇനിയിപ്പോൾ എസ് നമ്മൾ ഒരു പിയിലേക്ക് ഒരു ലിങ്ക് ഉണ്ടായിരുന്നെങ്കിൽ എസ് ഷുഡ് ബി വിസിറ്റ് എപ്പം വിസിറ്റ് ചെയ്യണം, ബിഫോർ പി വിസിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എസ്സിനെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതാണ്, അങ്ങനെ നമ്മൾ നോക്കി ചെയ്യുന്നതാണ് നമ്മൾ ടോപ്പോളജിക്കൽ ഓർഡറിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു ഗ്രാഫിൽ നമുക്ക് 2 പോസിബിൾ ആയിട്ടുള്ള ടോപ്പോളജിക്കൽ ഓർഡറിങ് വരാം, പി ഓർ എസ് വരാം. ചെക്ക് ചെയ്യുകയാണെങ്കിൽ പി ആണ് എടുക്കുന്നതെങ്കിൽ പി വന്നു കഴിഞ്ഞാൽ നമുക്ക് പി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി നെക്സ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് വിസിറ്റ് ചെയ്യാം, 0 ഡിഗ്രി ഉള്ളത് വേറെ ഏതാണുള്ളത്, ഇൻ ഡിഗ്രി ആയിട്ടുള്ള എസ് വന്നിട്ടുണ്ട്. ഇൻ ഡിഗ്രി 0 ആണ്. സോ എസ്, പി കഴിഞ്ഞ് എസ് ആയിരിക്കണം. ഇനിയിപ്പോൾ എസ് ആണ് ഫസ്റ്റ് എങ്കിൽ എസ് കഴിഞ്ഞിട്ട് പി ആയിരിക്കും വരുന്നതുണ്ടാവുക. ഓക്കെ, സോ പി ആൻഡ് എസ് ഇത് നമ്മൾ നോക്കുക. അപ്പം പിയും എസ്സും നമ്മൾ വിസിറ്റ് ചെയ്തു. ദെൻ 6ന് ശേഷമേ നമ്മൾ എന്ത് വിസിറ്റ് ചെയ്യാവോ, ക്യൂ വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം 6 എന്ന് പറഞ്ഞ വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്യൂ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ 6 വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്യൂ വിസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പം പി എസ് ആർ ക്യൂ ആൻഡ് എസ് പി ആർ ക്യൂ ആർ എന്താണ്, ബോത്ത് ടോപ്പോളജിക്കൽ ഓർഡറിങ് ആണ്. 2 കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും, പി എസ് ആർ ക്യൂ ആൻഡ് എസ് പി ആർ ക്യൂ. ഓക്കെ, സോ അപ്പം പി എസ് ആർ ക്യൂ ആൻഡ് എസ് പി ആർ ക്യൂ ആർ എന്താണ്, ബോത്ത് ടോപ്പോളജിക്കൽ ഓർഡറിങ് ആണ്. 2 കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും, പി എസ് ആർ ക്യൂ ആൻഡ് എസ് പി ആർ ക്യൂ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. കൺസിഡർ 3 ആർക്സ് ഓഫ് BFS. BFS ആണ് നമുക്ക് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മളൊരു ട്രീ പോലെയാണ് ഗ്രാഫിനെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ബ്രെഡ്ത്താണ് ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് നമ്മൾ ഡെപ്തിലേക്ക് പോവുക. ഓക്കെ, ഫ്രം എ സോഴ്സ് നോഡ് W. അപ്പോൾ W എന്ന് പറഞ്ഞ സോഴ്സ് നോഡ് ഉണ്ട്, W ഇൻ എൻ അൺവെയ്റ്റഡ് കണക്റ്റഡ് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, ഇത് അൺവെയ്റ്റഡ് ആണ്, കണക്റ്റഡ് ആണ്, അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ദ ട്രീ T ഫോംഡ് ബൈ ട്രീ ആർക്ക് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ ഫോർ കമ്പ്യൂട്ടിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഗ്രാഫാണ് വിചാരിക്കും, അങ്ങനെ ഒരു ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മളൊരു ട്രീ ഫോം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ W എന്ന് പറയുന്നത് ആയിരിക്കും അതിൻ്റെ സോഴ്സ്, പിന്നെ ബാക്കി വരുന്ന T1, T2, T3 ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത്, ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ എവരി പെയർ ആണോ ചെക്ക് ചെയ്യുന്നത്, ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം W ടു എവരി വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫാണോ നമ്മൾ എഴുതുന്നത്, ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം W ഓൺലി ടു ദോസ് നോട്ട്സ് ദാറ്റ് ആർ ലെവൽസ് ഓഫ് T ആണോ, ദ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ ദ ഗ്രാഫ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ്, ഇപ്പം നേരത്തെ നമ്മളൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1 2 3 4 അല്ലേ, മെട്രിക്സിൻ്റെ ഗ്രാഫ്. അപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു ട്രീ അല്ലെങ്കിൽ ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ 1 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ 1 എന്ന് ബ്രെഡ്ത്ത് ഫസ്റ്റ് 1 നിന്ന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചസും നമ്മൾ എടുക്കുകയാണ് വിത്ത് എന്താണ് ഷോർട്ടസ്റ്റ് പാത്താണ് നമ്മൾ എടുക്കുക. അപ്പോൾ 1 to 4 എടുക്കാതെ 1 to 4 ഉണ്ടെങ്കിൽ അത് എടുക്കുക ചെയ്യും അല്ലേ. 1 to 3 എടുക്കും, 1 to 4 ഉണ്ട് അതെടുക്കും, 1 to 2 എടുക്കും, അങ്ങനെയല്ലേ ചെയ്യുക. അതല്ലേ നമ്മൾ എഴുതുക അല്ലേ. ഒന്നെങ്കിൽ 1 2 3 4 നമ്മൾ എഴുതും, അല്ലെങ്കിൽ 1 3 2 4 എഴുതും, അല്ലെങ്കിൽ 1 4 2 3 ഇങ്ങനെ നമ്മൾ ഇതാണ് നമ്മൾ BFS എന്ന് പറഞ്ഞ് എഴുതുന്നത് അല്ലേ. 1 ആണ് എടുക്കുന്നതെങ്കിൽ 1 ആണ് നമ്മൾ റൂട്ട് നോഡ് എടുക്കുന്നതെങ്കിൽ 1 നിന്ന് ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ളത് 3ഉം 4ഉം 2 അത് എനി ഓർഡർ നമ്മൾ എഴുതും, അങ്ങനെയല്ലേ. സോ എല്ലാത്തിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം W ടു എവരി വേർട്ടെക്സ് ഇൻ ദ ഗ്രാഫാണ് നമ്മൾ BFS ചെയ്യുമ്പോൾ എഴുതുന്നത്. ഇത് നമ്മുടെ ഒരു എന്താണ് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ട്രീ ആൻഡ് ഗ്രാഫ്. അപ്പോൾ നമുക്ക് തോന്നും എല്ലാം നോട്ട് ട്രൂ ആണ്, ഇത് ഫോൾസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. എല്ലാം നോട്ട് ട്രൂ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും നമുക്ക് പറയാം, എപ്പം വേണമെങ്കിലും പറയാൻ പറ്റുന്ന അത്രയ്ക്കും ഫോൾട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള കാര്യം ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എ ട്രീ ഇസ് എ ഗ്രാഫ്. അപ്പോൾ നമ്മളൊരു ട്രീ ആണെങ്കിൽ ആ ട്രീനെ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഗ്രാഫാണെന്ന് പറയാം. സൈക്കിൾ ഇല്ലാത്തൊരു ഗ്രാഫാണിത്. എ ഗ്രാഫ് ഈസ് എ ട്രീ. അപ്പോൾ ഇത് ഗ്രാഫാണെങ്കിൽ ഇത് ട്രീ ആണ്, നമുക്ക് അങ്ങനെയും പറയാം. ഒരു ഗ്രാഫിന് നമുക്ക് ട്രീ എന്ന് പറയാം അല്ലേ. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ അത് ട്രീ അല്ല. പക്ഷെ എന്താണ്, ഇങ്ങനെയുള്ളൊരു ഗ്രാഫും എന്തിനും നമുക്ക് ട്രീ എന്നും പറയാം, ഇതിന് ഗ്രാഫെന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കത് രണ്ടും ഫോൾസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. എ ട്രീ ക്യാൻ ഹാവ് സൈക്കിൾ, അത് നമുക്ക് പറയാൻ പറ്റുമോ? ട്രീൻ്റെ അത് സൈക്കിൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ട്രൂ ആണ്, അത് നോട്ട് ട്രൂ ആണ്, ഫോൾസ് ആണ്. അപ്പോൾ അതാണ് ആൻസർ വരിക. ട്രീ ഈസ് എ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റഡ് സൈക്കിൾ ഇല്ലാത്തൊരു ഗ്രാഫാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സോ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, ഇതൊക്കെ ട്രൂ ആണ്, ഇത് മാത്രമാണ് ഫോൾസ് ആയിട്ട് വരുന്നത്. നോട്ട് ട്രൂ ആണ് ചോദിച്ചത്. സോ ആൻസർ C ആണ്. അത് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് തന്നെ കാണുന്നു നമ്മൾ നോട്ട് ട്രൂ ചെക്ക് ചെയ്യാതെ ട്രൂ മാത്രമാണ് ഇത് കറപ്പിക്കും. പക്ഷെ അതല്ല, നോട്ട് ട്രൂ ആണ് ചോദിച്ചത്, ഫോൾസ് ആണ് ചോദിച്ചത്. ഇതാണ് ഏറ്റവും ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ട്രീ കാൻ ഹാവ് എ സൈക്കിൾ. ട്രീയിൽ നമുക്ക് എന്തുണ്ടാവില്ല, സൈക്കിൾ ഉണ്ടാവില്ല. എ ഗ്രാഫ് വിത്തൗട്ട് സൈക്കിൾ ഈസ് എ ട്രീ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റാക്കി എഴുതുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്